Hello, welcome back to Hafi's recipes. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്രിസ്പി മക്രോണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് കണ്ടാൽ ഏകദേശം നമ്മൾ കുറുക്കുറു അതേക്കെ പോലെയാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാ പ്രാവശ്യം ഞാൻ ഡെസേർട്ട് ഐറ്റംസ് ആണ് ചെയ്യല്. അപ്പോൾ എല്ലാവർക്കും ഒരു പരാതിയുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാനൊരു സ്നാക്ക്, ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ക്രിസ്പി ആയിട്ടുള്ള മക്രോണി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ക്രിസ്പി മക്രോണി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1 കപ്പ് മക്രോണി. ഈ മക്രോണി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ 1 കപ്പ് മക്രോണിയും ഈ ഒരു ബോട്ടിൽ ഫുള്ള് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഇതിപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളം ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു വിസിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചെടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തു. ഇനി ഒരു വിസിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ ഇതിലെടുത്ത മക്രോണി എന്ന് പറയുന്ന ഒരു കുറുക്കുറു ഷേപ്പിലുള്ള മക്രോണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആ മക്രോണി നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ ഇത് ഒരു അരിപ്പയിലേക്ക് മക്രോണി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മക്രോണി വെള്ളമൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്. ഇനി നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടിടുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പരത്തിയിടണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും എടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ആ മക്രോണിയുടെ അതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം അത് ഒട്ടിപ്പിടിക്കാതെ ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നായിട്ടാണ് ഫുള്ള് കണ്ട് ഇതാക്കരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഓയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ മക്രോണി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഒന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ ടൈമൊന്നും വെക്കണ്ട. കുറച്ച് ഒരു ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ, അധികം ബ്രൗൺ ഷെയ്ഡൊന്നും ആവണ്ട, ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ കുക്കറിൽ നേരത്തെ വേവിച്ചുകൊണ്ട് അത് അധികം വേവാനൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. നമുക്കിതിലേക്ക് ഇനി മസാലാസ് റെഡിയാക്കാം. മസാലാസിന് ഞാൻ 1 ടേബിൾ സ്പൂണ് ചില്ലി പൗഡറും 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് ഉപ്പും. കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി ആഡ് ചെയ്തെന്നുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്ന മസാല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ച് എരിവ് കൂടുതൽ ആഡ് ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡറോ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക്, ആ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ആഡ് ചെയ്തിട്ട് ഇതാക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.